നമസ്കാരം. മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2018 ആണ്ടിൽ തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ അഭൂതപൂർവമായ വളർച്ചയും സാമ്പത്തികമായിട്ടുള്ള നേട്ടവും ഉണ്ടായിത്തീരും. ഒരുപക്ഷെ കഴിഞ്ഞ വർഷം തന്നെ 2017 ആണ്ടിൽ തന്നെ തുടങ്ങി വെച്ചതായിട്ടുള്ള കർമ്മമേഖലകളിലായിരിക്കാം അതിനുള്ളൊരു പരിണത ഫലം, അനുഭവം, പുരോഗതി ഇതെല്ലാം തന്നെ 2018 ആണ്ടിൽ വന്നു ചേരും. എന്നു മാത്രമല്ല, സാമ്പത്തികമായിട്ടുള്ള സ്ഥിതി മെച്ചപ്പെടുവാനും ജീവിത നിലവാരം വർദ്ധിക്കുന്നത് വഴി മറ്റൊരു ഗ്രഹത്തിലേക്ക് മാറി താമസിക്കുവാനുള്ള യോഗവും കൂടി കാണുന്നുണ്ട്. വ്യാപാര, വിപണന, വിതരണ മേഖലകളിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കുവാനും സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി സ്വന്തം ആശയങ്ങൾ ആധുനിക സംവിധാനത്തിനോടനുബന്ധമായി അവലംബിക്കുന്നതും ഗുണകരമായി തീരും. എന്നു മാത്രമല്ല, പുതിയതായുള്ള ചില കർമ്മ പദ്ധതികൾ വിഭാവനം ചെയ്യുവാനും വിദേശ ബന്ധമുള്ള വ്യാപാര വ്യവസായ മേഖലയിലൊക്കെ തുടക്കം കുറിക്കുവാനും ഉള്ള അവസരം ഉണ്ടായിത്തീരും. ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും. പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാൻ സാധിക്കും. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുന്നത് വഴി ധാരാളം പ്രവർത്തന മണ്ഡലങ്ങളിൽ ഏറ്റെടുക്കുവാനൊരു യോഗം കാണുന്നുണ്ട്. ആരോഗ്യം വളരെ കുറയുന്നതിനാൽ പലപ്പോഴും ദൂരയാത്രകൾ മാറ്റിവെക്കും. നീർക്കെട്ട്, സന്ധിവേദന എന്നിവയ്ക്ക് സ്വല്പം യോഗ, പ്രാണായാമം, പ്രകൃതി ജീവന ഔഷധ രീതികളും പ്രകൃതി ആയുർവേദ ചികിത്സകളൊക്കെ അവലംബിക്കുവാനുള്ള യോഗം നിലവിലുള്ള ചികിത്സയോടൊപ്പം തന്നെ കാണുന്നുണ്ട്. ഭക്ഷണ ക്രമീകരണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വഴിയും ഈ പറയുന്ന വ്യായാമ മുറകളൊക്കെ അനുവർത്തിക്കുന്നത് വഴിയും ദേഹപരമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങളൊക്കെ അനുകൂലമായ അതിനെല്ലാം കുറവ് തോന്നി ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കുവാനും വളരെ പരിശ്രമങ്ങൾക്കെല്ലാം പ്രതീക്ഷിച്ചതിലുപരി ഫലം കണ്ടു തുടങ്ങുവാനും യോഗം കാണുന്നുണ്ട്. ജാഗ്രതയോടുകൂടിയതായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അനുകൂലമായ വിജയം കൈവരിക്കും. പുണ്യതീർത്ഥ ഉല്ലാസയാത്രകൾ മംഗളകരമാക്കി തീർക്കുവാൻ സാധിക്കും. വർഷങ്ങൾക്ക് ശേഷം സഹപ്രവർത്തകരെയും സഹപാഠികളെയും കാണുവാനും ഗതകാല സ്മരണകൾ പങ്കുവയ്ക്കുവാനും സാധ്യത കാണുന്നുണ്ട്. വിദേശത്ത് വസിക്കുന്ന പുത്രപൗത്രാദികളോടൊപ്പം മാസങ്ങളോളം താമസിക്കുവാൻ സാധ്യത കാണുന്നു. പുതിയ കാർഷികമായിട്ടുള്ള കൂട്ടായ്മയിൽ പങ്കുചേരുവാനും ആദായം വർദ്ധിക്കുവാനും ആധുനിക സംവിധാനം അവലംബിച്ച് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം പ്രതീക്ഷിച്ചതിലുപരി വിജയം കൈവരിക്കുവാനും യോഗം കാണുന്നുണ്ട്. ഭക്തി ശ്രദ്ധാപുരസരം ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണ ഫലപ്രാപ്തി നേടും. വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പത്രം ലഭിക്കും. സങ്കീർണമായിട്ടുള്ള ഏതൊരു വിഷയങ്ങളെയും അഭിമുഖീകരിക്കുവാനുള്ള കഴിവും പ്രാപ്തിയും അവസരവും വന്നു ചേരും. ഗുണകരമാകുമെന്ന് തോന്നുന്ന പല പ്രവർത്തനങ്ങളിലും അനുകൂലമായ വിജയം കൈവരിക്കുന്നത് വഴി ആശ്വാസം, സമാധാനം എന്നിവയ്ക്ക് യോഗം കാണുന്നുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യം വേണ്ടിവരും. വ്യക്തി സ്വാതന്ത്ര്യം, പ്രസ്ഥാനത്തിന് കൂടി നേട്ടമുണ്ടാകുന്ന വിധത്തിൽ ലക്ഷ്യപ്രാപ്തി നേടുവാൻ യോഗം കാണുന്നുണ്ട്. കക്ഷി രാഷ്ട്ര പ്രവർത്തനങ്ങളോടൊപ്പം പൊതുപ്രവർത്തനങ്ങൾക്ക് ആത്മാർത്ഥമായി സഹകരിക്കുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുവാൻ യോഗം കാണുന്നു. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ആവുന്നതും ഒഴിവാക്കേണ്ടതാണ്. വാത, നീർദോഷ രോഗപീഠകളെ കൊണ്ട് അസ്വാസ്ഥ്യം അനുഭവപ്പെടുവാനും പ്രമേഹ രോഗപീഠകളെ കൊണ്ട് ക്ഷീണാവസ്ഥകൾ വന്നു ചേരുവാനും യോഗമുള്ളതിനാൽ വളരെ ശ്രദ്ധയും സൂക്ഷ്മതയും, ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ നിയന്ത്രണവും ശ്രദ്ധയും സൂക്ഷ്മതയും വേണ്ടതുമാണ് എന്നതാണ് 2018 ആണ്ടിലെ മൂലനക്ഷത്രക്കാരുടെ അനുഭവയോഗ്യമായി ഫലങ്ങൾ പറയുന്നത്. നമസ്കാരം.